മലയാളത്തിലെ മികച്ച അഭിനയനേത്രിമാരിൽ ഒരാളാണ് ഉർവശി. ബാലതാരമായി സിനിമയിലെത്തിയ ഉർവശി തന്റെ വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ വളരെ എളുപ്പത്തിലായിരുന്നു മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളായി മാറിയത്. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും ഉർവശി തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. മോഹൻലാൽ, മമ്മൂട്ടി, കമലഹാസൻ, ജയറാം, സുരേഷ് ഗോപി തുടങ്ങിയവരുടെ നായിക ആകാനും ഉർവശിക്ക് സാധിച്ചിരുന്നു. ഇന്ന് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉർവശിയെയും ശോഭനയും താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്ററുകൾ കാണാറുണ്ട്. ഇവരിൽ ആരാണ് മികച്ച നടിയെന്ന് വലിയ ചർച്ചയാകുന്നതും കാണാം. ഇപ്പോൾ സില്ലി വാങ്കോസ് മോളിവുഡിന് നൽകിയ അഭിമുഖത്തിൽ അതിനോട് പ്രതികരിക്കുകയാണ് ഉർവശി. ഒന്നിനോട് ഒന്നിനെ സാമ്യപ്പെടുത്തുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഈ ലോകത്തിൽ ഒരു വസ്തുവിനെയും ഒന്നിനോട് ഒന്ന് സാമ്യപ്പെടുത്തിയിട്ടില്ല. ഈശ്വരൻ സൃഷ്ടിച്ചത് പിന്നെ എങ്ങനെയാണ് നമ്മൾ സാമ്യപ്പെടുത്തുക? താരതമ്യങ്ങളും നല്ലതല്ല. മമ്മൂട്ടിയാണോ മോഹൻലാലാണോ എന്ന മികച്ച നടനെന്ന് ചോദിച്ചാൽ ആ ചോദ്യം തന്നെ അർത്ഥമില്ലാത്തതാകും. രണ്ടും രണ്ട് സ്റ്റൈലാണ്. ശോഭനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും, എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളും ഉണ്ടാകും. പക്ഷെ രണ്ടുപേരെയും താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല. രണ്ടും രണ്ടു പേരായി തന്നെയാണ് നിൽക്കുന്നത്. എന്നോടൊപ്പം പലരും ചോദിക്കുന്ന ചോദ്യമാണ് ശോഭനയെ കുറിച്ചുള്ളത്. നിങ്ങൾ രണ്ടുപേരിൽ ഏറ്റവും നല്ല സിനിമകൾ ചെയ്തത് ആരാണെന്നാണ് ഉർവശി ചേച്ചിയുടെ അഭിപ്രായം. പക്ഷേ അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഇവിടെ മലയാളത്തിലേക്ക് വരുമ്പോൾ ശോഭന നല്ല ബിസിയായി നിൽക്കുന്ന സമയമായിരുന്നു. അന്ന് നദിയ മൈദുവും ഉണ്ടായിരുന്നു. നദിയുടെ തരംഗം ഉണ്ടായിരുന്ന സമയമായിരുന്നു അത്. ഞാൻ അഭിനയിച്ച IV ശശിയുടെ ചിത്രങ്ങളിൽ ഒരുപാട് നായികമാർ ഉണ്ടായിരുന്നു. പിന്നെ 1988 ആകുമ്പോഴാണ് സംവിധായകർ പൂർണ്ണ വിശ്വാസത്തോടെ എന്റെ ചുമലിലേക്ക് ഓരോ സിനിമ വെച്ച് തരുന്ന അവസ്ഥ ഉണ്ടാകുന്നത്, ഉർവശി പറഞ്ഞു.